കൂട്ടരെ, നിങ്ങളെ പ്രിയപ്പെട്ട സുഹറയുടെയും മജീദിൻ്റെയും ക്ലാസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോകുകയാണ്. നമുക്കും അവിടെ പോയി നോക്കാം. അബൂബക്കർ, നാരായണി, അബ്ദുൽ റഷീദ്, സുഹറ, ആമിന, മണ്ടശിരോമണി. നമുക്ക് കണക്ക് പഠിക്കാം. റെഡിയല്ലേ? എല്ലാവരും കണക്ക് പഠിച്ചോണ്ട് വന്നിട്ടില്ലേ? മണ്ടശിരോമണി പോയി സ്റ്റാഫ് റൂമിൽ പോയി ചോക്ക് എടുത്തുണ്ടോ? 2 അധികം 2 അധികം 2 അധികം 2 1 അധികം 1. സുഹറ, അധികം 2 എത്രയാ? 4. മിടിക്ക്. മണ്ടശിരോമണി പറ. 1 + 1. ഒന്നും ഒന്നും കൂട്ടുമ്പോൾ ഇമ്മണി വലിയ 1. എടാ മജീദ്, നീ ഇപ്പൊ ശരിക്കും മണ്ടശിരോമണി തന്നെ അല്ലേ? എന്നാ നിനക്ക് സമ്മാനം ഇരിക്കട്ടെ. 1 2 3 4 5. ഇനി ഇമ്മിണി വലിയ അടി. അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ സുഹറ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് മജീദിനെ കളിയാക്കുന്നു. ഇത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. മജീദിന്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് സഹിച്ചില്ല. അവൾ അവന്റെ അടുത്ത് പോയി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അയൽവാസികളാണെങ്കിലും മജീദും സുഹറയും ബദ്ധ ശത്രുക്കളായിരുന്നു. മുത്തശ്ശിമാവിൽ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴമെടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതാണ് ആ ശത്രുതയുടെ കാരണം. പിന്നീട് നിസ്ര പൊതിഞ്ഞ ആ മാവിൽ കയറി മാമ്പഴമെടുത്ത് അവൾക്ക് നൽകി ആ ശത്രുത അവസാനിപ്പിച്ചു. മജീദിന്റെ പ്രാർത്ഥനയിൽ എന്നും ഒന്നാമത് ഇതായിരുന്നു: എന്റെ കണക്കൊക്കെ ശരിയാക്കണേ, എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തള്ളു കിട്ടരുതേ. തല്ലുകൾ ഏറെ കൊണ്ടിട്ടും തന്റെ കണക്ക് ശാസ്ത്രത്തിൽ നിന്നും മജീദ് ഒട്ടും പിന്മാറാൻ തയ്യാറല്ല എന്ന് സുഹറയ്ക്ക് ബോധ്യമായി. തോടിന്റെ കരയിലിരുന്ന് പഠിപ്പിച്ചിട്ടും ഇവനൊന്നും മനസ്സിലാകുന്നില്ല. അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത്തിരി ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടുമ്പോൾ ഇമ്മിണി വലിയ തോട്. അങ്ങനെയാകുമ്പോൾ 2 1 കൂടുമ്പോൾ ഇമ്മിണി വലിയ 1. എല്ലാവരും എഴുന്നേറ്റ് പ്ലേറ്റ് എടുത്തോണ്ട് എല്ലാവരും ഈ കണക്ക് എഴുതിയെടുത്തു. എല്ലാവരും പ്ലേറ്റിൽ എഴുതി ചെയ്ത് കഴിഞ്ഞവർക്ക് ഇരിക്കാം.
ഇതാരുടെയാ? ആമിന. മണ്ടശിരോമണി. ശിരോമണി, നീ വിചാരിച്ച പോലെ അല്ലല്ലോ. മിടുക്കൻ. ഇവനിപ്പോ നമ്മുടെ പഴയ മണ്ടശിരോമണി അല്ല, ഇവൻ മിടുക്കനായി, ഒന്നാമനായി. നമ്മുടെ ഇത് തന്നെ കളിയാക്കിയ കൂട്ടുകാർക്ക് മുൻപിൽ തല ഉയർത്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ നന്ദിയോടെ സുഹറയെ നോക്കി പാൽപുഞ്ചിരി പൊഴിച്ചു. കുട്ടികളെല്ലാവരും മജീദിനെ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുന്നു. എടാ, ഇത് എങ്ങനെ ഒപ്പിച്ചു? മജീദേ, നീ എങ്ങനെയാണ് ക്ലാസ്സിൽ ഫസ്റ്റ് ആയത്? അതെ, ഇത് ഇമ്മിണി വലിയ സീക്രട്ടാണ്. അത് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല. ആ ഇമ്മിണി സീക്രട്ട് നിങ്ങൾ ആരോടും പറയില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നും നാരായണിക്ക് അപ്പുറം ഇരിക്കുന്ന സുഹറ ഇന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേറ്റ് മജീദിനെ കാണത്തക്ക രീതിയിൽ പിടിച്ചു. മജീദ് അത് ഒളികണ്ണിട്ട് നോക്കി അതിവിദഗ്ധമായി പകർത്തി എഴുതി. അങ്ങനെ ക്ലാസ്സിൽ ഒന്നാമനായി. ഇതാണ് മജീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇമ്മിണി വലിയ സീക്രട്ട്.